പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജനുവരി 16 വെള്ളി. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അന്യോന്യമായ പ്രബോധനത്തിനിണങ്ങിയ കാര്യങ്ങൾ നീ പറയുക. ഇന്നത്തെ ലോകം ചോദിക്കുന്നത് എന്താണ് സത്യം എന്നല്ല, സത്യം ആരിലാണ് ജീവിക്കുന്നത് എന്നതാണ്. സഭയിൽ വചനങ്ങൾ ഉയരുന്നു, പക്ഷെ ജീവിതങ്ങൾ തളരുന്നു. പ്രസംഗങ്ങൾ ശക്തമാണ്, സാക്ഷ്യം ദുർബലമാണ്. വചനം നാവിൽ മാത്രമായാൽ അത് ശബ്ദമാണ്, അത് ജീവിതത്തിലായാൽ അത് സുവിശേഷമാണ്. ഇത്തരം ഒരു കാലഘട്ടത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് പറയുന്നത്, നീ ആരോഗ്യകരമായ ഉപദേശത്തിന് യോഗ്യമായ കാര്യങ്ങൾ സംസാരിക്കാം. ഇത് ഒരു അഭ്യർത്ഥനയല്ല, സഭയ്ക്ക് നൽകിയ ദൈവത്തിൻ്റെ ആജ്ഞയാണ്. തീത്തോസ് ശുശ്രൂഷ ചെയ്തിരുന്നത് ക്രീത്ത് ദ്വീപിലാണ്. ക്രീത്ത് ദ്വീപില് വാക്കുകളിൽ മതം, ജീവിതത്തിൽ അശുദ്ധി, സമൂഹത്തിൽ കപടത എന്നിവ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. പൗലോസ് തന്നെ പറയുന്നുണ്ട്, അവിടെയുള്ളതായ ആളുകളുടെ വാക്കുകളിൽ വിശ്വാസവും ജീവിതത്തിൽ കള്ളവും ഒരുമിച്ച് ജീവിച്ചവരാണ് എന്ന്. അവിടുത്തെ പ്രശ്നം വചനത്തിൻ്റെ കുറവ് അല്ലായിരുന്നു, വചന ജീവിതത്തിൻ്റെ കുറവായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് തീത്തോസിനോട് പറയുന്നത്, ഇവിടെ പ്രസംഗം മതിയാകില്ല, ഇവിടെ ജീവിതം തന്നെ പ്രസംഗമാകണം. ആരോഗ്യകരമായ ഉപദേശം എന്നതിന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹൂഗിയേനൂസ എന്നതാണ്. ഇതിന് രോഗമില്ലാത്തതും ശുദ്ധമായതും ജീവൻ നൽകുന്നതും എന്ന അർത്ഥമാണ്. നല്ല വാക്കുകൾ പറയുക എന്നതിലുപരി വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ വേർപാടില്ലാതെ ജീവിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വചനം നാവിൽ മാത്രമല്ല, വചനം നടപ്പിൽ, പ്രവർത്തനത്തിൽ ആയിരിക്കണം എന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തീയ ജീവിത വിശ്വാസത്തിന്റെ ആഴമുള്ള സത്യം ഇതാണ്: വിശ്വാസം നമ്മെ രക്ഷിക്കുന്നു, ഉപദേശം നമ്മെ രൂപപ്പെടുത്തുന്നു, ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സഭയുടെ ശക്തി അത് ജീവിതത്തിലാണ്. ക്രിസ്തുവിന്റെ സത്യം തത്വചിന്തയിലല്ല, പരിവർത്തിത ജീവിതത്തിലാണ്. ലോകം കാണേണ്ടത് ആരോഗ്യകരമായ ജീവിതം, ശക്തമായ സാക്ഷ്യം എന്നിവയാണ്. ഇന്ന് ഓരോ വിശ്വാസിയും സ്വയം ചോദിക്കണം, എൻ്റെ വിശ്വാസം എൻ്റെ പെരുമാറ്റത്തിൽ കാണപ്പെടുന്നുണ്ടോ? എൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തെ നാണിപ്പിക്കുന്നുണ്ടോ? എൻ്റെ ഉപദേശം എൻ്റെ കുടുംബത്തെ പണിയുന്നുണ്ടോ അതോ തകർക്കുകയാണ്? ജീവിതമില്ലാത്ത ഉപദേശം വിഷമാണ്, ജീവിതമുള്ള ഉപദേശം ഔഷധമാണ്. നാം ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു, നാം ജീവിക്കുമ്പോൾ ലോകം നമ്മെ വായിക്കുന്നു. നമ്മുടെ ജീവിതം ഇങ്ങനെ സാക്ഷ്യം പറയട്ടെ, ഞാൻ സംസാരിക്കുന്നത് പോലെ തന്നെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. വചനം നമ്മെ വായിക്കട്ടെ, വചനം നമ്മെ മാറ്റട്ടെ, വചനം നമ്മളുടെ ലോകത്തെ മാറ്റട്ടെ. പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, നിന്റെ വചനം ഞങ്ങളുടെ ചെവിയിൽ മാത്രം നിലനിൽക്കാതെ ഇരുപ്പാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒരേ ദിശയിലായിരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ഉപദേശം ജീവൻ നൽകുന്ന ഉപദേശമായി തീരണമേ. ഞങ്ങളുടെ ജീവിതം ലോകത്തിന് ക്രിസ്തുവിനെ കാണിക്കുന്ന സുവിശേഷമായി തീരണമേ. കപടതയിൽ ഞങ്ങളെ വിടുവിച്ച് വിശുദ്ധിയിലും സത്യത്തിലും നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.